ക്രിസ്മസിന് മണിക്കൂറുകൾ ശേഷിക്കെ ക്രിസ്മസ് ഫെയറിൽ പോലും സബ്സിഡി സാധനങ്ങൾ എത്തിക്കാനാകാതെ സപ്ലൈകോ. സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് പുറമേ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വില നൽകണമെന്നാണ് മാവേലി സ്റ്റോറുകളിൽ എത്തുന്നവർ പറയുന്നത്. സബ്സിഡി ഇനത്തിൽ നൽകേണ്ട 13 ഇനങ്ങളും സംസ്ഥാനത്ത് ഒരിടത്ത് പോലും എത്തിക്കാൻ സപ്ലൈകോയ്ക്ക് സാധിച്ചിട്ടില്ല. 13 ഇനങ്ങളാണ് സബ്സിഡി നിരക്കിൽ നൽകേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ കോഴിക്കോട് നഗരത്തിലെ കിഴക്കേ നടക്കാവിലുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഒരു പാക്കറ്റ് സബ്സിഡി ഐറ്റം പോലുമില്ല. സാധാരണ ഈ റാക്കിലൊക്കെ തന്നെ ഇരിക്കേണ്ടത് സബ്സിഡി ഐറ്റങ്ങളാണ്. സബ്സിഡി ഇനത്തിൽ 24 രൂപയ്ക്ക് നൽകേണ്ട കടല നൽകുന്നത് 65 രൂപ 10 പൈസയ്ക്കാണ്. സബ്സിഡി രൂപയായി 39 രൂപയ്ക്ക് നൽകേണ്ട ചെറുപയർ നൽകുന്നത് 81 രൂപ 38 പൈസയ്ക്കാണ്. ഓണക്കാലത്ത് മാവേലിയെ പോലെ വന്നുപോയ വറ്റൽമുളക്, മാസങ്ങളായി കാണാതായ പഞ്ചസാര, ഇവയൊക്കെയാണ് സബ്സിഡി ഇനത്തിലെ താരങ്ങൾ. കിഴക്കേക്കോട്ടയിലെ മാവേലി സ്റ്റോറിൽ 3 സാധനങ്ങളാണ് ഉള്ളതെങ്കിൽ പഴവങ്ങാടിയിലുള്ളത് 2 എണ്ണം മാത്രം. എറണാകുളം നഗരത്തിലെ പ്രധാന ഔട്ട്ലെറ്റായ കടവന്ത്രയിൽ 3 സാധനങ്ങൾ ശേഷിക്കുമ്പോൾ കളമശ്ശേരിയിൽ കട കാലിയായി. ഭയങ്കര കഷ്ടം മക്കളെ. നമ്മളെമാരിയുള്ള കൂലി വേലക്കാരവங்க എന്തൊരു ചെയ്യും? ഗവൺമെൻറ് ഇങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഒരു പെൻഷൻ വന്നുകൊണ്ടിരുന്നു, അത് 4-5 മാസമായി അതും ഇല്ല. ഇതിപ്പോൾ ഇവിടുന്ന് എടുത്തുകയാണെങ്കിൽ ഓട്ടോന് പോകണോ 40 ഉറുപ്പ്യ എടുത്തിട്ട്. അപ്പോൾ പിന്നെ ഇത് എന്തിനാണ് വാങ്ങുന്നത്? സബ്സിഡീൻ്റെ സാധനം ഉണ്ടിച്ചിട്ടാണ് വരുന്നത്. അല്ലാണ്ട് ഞങ്ങളെപ്പോലെ സാധാരണക്കാരിപ്പോൾ വീടിൽ നിന്നല്ല നല്ലത്. അടുത്തുള്ള കടയിലൊക്കെ ഇതൊക്കെ തന്നെ കിട്ടൂ. ക്രിസ്മസ് ഫെയർ ചന്തയിലും കാഴ്ചകൾക്ക് മാറ്റമൊന്നുമില്ല. തൃശ്ശൂരിൽ 5 സബ്സിഡി ഐറ്റം കിട്ടുമെങ്കിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ ഫെയറിൽ 3 ഇനങ്ങൾ മാത്രമാണുള്ളത്. ഇവിടെ ആകെ 2 സാധനങ്ങൾ മാത്രമേ സബ്സിഡി ഉള്ളതുണ്ട്. ഒന്ന് മുളകുണ്ട്, മല്ലിയുണ്ട്. അല്ല, പിന്നെ വെളിച്ചെണ്ണ ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ സബ്സിഡിയിൽ പെടുത്താൻ പറ്റില്ല. കാര്യം 1/2 കിലോ മാത്രമേ സബ്സിഡിയും ബാക്കി 1/2 കിലോ നോൺ സബ്സിഡിയാണ്. ഈ നോൺ സബ്സിഡി കൂടെ കൂടുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ ഇതേ റേറ്റിൽ കിട്ടുന്നുണ്ട്. മറ്റിനങ്ങൾക്ക് പുറമേ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വില മാവേലി സ്റ്റോറിൽ നൽകണമെന്ന് നാട്ടുകാർ. ഇതിലും കുറച്ച് കിട്ടില്ല അവിടെ. പിന്നെ പുറമെന്ന് 65 പുറത്തെ 50 ഉറുപ്പ്യ ഉണ്ടാവും. സബ്സിഡി സാധനങ്ങൾ ലഭിക്കാതെ മടങ്ങുന്നവർ ദേഷ്യവും പരാതിയും തീർക്കുന്നത് പാവം ജീവനക്കാരോടാണ്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.